ട്രസ്റ്റ് വാലറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിനെ സെറ്റിങ്സ് ക്രമീകരിക്കുന്നതും എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ട്രസ്റ്റ് വാലറ്റിനെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞു. ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇൻസ്റ്റാളിങ് കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് നോക്കുന്നു. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആവുകയാണ്. ഇവിടെ പ്രൈവറ്റ് ആൻഡ് സെക്യൂർ എന്ന സംഗതി, ഇവിടെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്, അതിൽ ടച്ച് ചെയ്യാം. ഓക്കെ, താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക. ഇപ്പോൾ നമുക്കൊരു പിൻ കോഡ് സെറ്റ് ചെയ്യാനുള്ള അവസരമാണ്. ഒരു 6 അക്ക പാസ്വേഡ് 2 പ്രാവശ്യം അടിച്ചു കൊടുത്താൽ മതി. ഇതവിടെ 3 ചെക്ക് ബോക്സ് കാണുന്നു. 3 ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കണ്ടിന്യൂ അടിക്കാം. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ഒരു 12 വാക്കുകളുടെ ഒരു സെക്യൂരിറ്റി കോഡ് ട്രസ്റ്റ് വാലറ്റ് നമ്മളോട് സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതാണ് സീക്രട്ട് ഫ്രേസ് എന്ന് പറയുന്നത്. 12 ഇംഗ്ലീഷ് വാക്കുകളാണ്. ഇത് നമ്മളൊരു പേപ്പറിൽ എഴുതിയെടുക്കണം. അത് എഴുതിയെടുത്തോ എന്ന് അവർ നമ്മളെ ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 12 വാക്കുകളും ക്രമം തെറ്റാതെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മളിത് എഴുതിയെടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മളിത് സീക്രട്ട് ആയി സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സീക്രട്ട് വേർഡ്സ് ഞാനിവിടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമത്തിൽ തന്നെ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്കാണ് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ കാണാം. നോക്കൂ, ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് മുതൽ തുടങ്ങി ആപ്പിൾ എന്ന വാക്ക് വരെ 12 വാക്കുകളാണുള്ളത്. അതിന് ഫുള്ളായിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. താഴെ കണ്ടിന്യൂ എന്ന ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ 12 വാക്കുകൾ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഇത് സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെയാണ് വെരിഫൈ ചെയ്യുന്നത്. നമ്മുടെ സീക്രട്ട് ഫ്രേസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു സിസ്റ്റം കൂടിയാണിത്. എഴുതി വെച്ചവർക്ക് മാത്രമേ ഇത് കറക്റ്റായിട്ട് അതേ ഓർഡറിൽ തന്നെ ഇവിടെ അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അടുത്ത വാക്ക് അടിച്ചു കഴിയുമ്പോൾ വെൽ ഡൺ എന്ന ഒരു മെസ്സേജ് അവിടെ എഴുതി കാണിക്കും. ഓക്കെ, ഡൺ എന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വാലറ്റ് ഓപ്പണായി. തൊട്ട് മുകളിൽ വലതുഭാഗത്തായിട്ട് കാണുന്ന ബബിൾ പോലുള്ള ആ ഒരു ചിഹ്നത്തിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനൊരു വിൻഡോ എത്തും. അവിടെ പ്ലസ് ചിഹ്നമുണ്ട്, അവിടെയും ടച്ച് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഏത് നെറ്റ്വർക്കിലുള്ള ടോക്കണാണോ ആഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനാണ് ഇപ്പോൾ ഇവിടെ ഇതേറിയമാണ് ഞാൻ തുറന്നു വന്നപ്പോൾ ഉള്ളത്. അത് മാറ്റണം എനിക്ക്. ഞാൻ ഒരു BNB സ്മാർട്ട് ചെയിനാണ് നെറ്റ്വർക്കായിട്ട് സെലക്ട് ചെയ്തത്. എനിക്ക് ആഡ് ചെയ്യാനുള്ള ടോക്കണിൻ്റെ നെറ്റ്വർക്ക് ഏതാണോ അതാണ് ആഡ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഡൺ എന്ന ബട്ടൺ അമർത്തുന്നതോട് കൂടിയിട്ട് ആ ഒരു ടോക്കൺ നമ്മുടെ വാലറ്റിൽ ആഡായി.